എന്താണ് TIA അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇഷ്കീമിക് അറ്റാക്ക്? സോ സാധാരണ ഈ ചില ആളുകളിൽ സ്ട്രോക്കിന്റെ രോഗലക്ഷണങ്ങൾ തന്നെ വരാറുണ്ട്. പക്ഷെ അത് വന്നു കഴിഞ്ഞാലും 24 മണിക്കൂറിനുള്ളിൽ ആ സിംറ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി റിക്കവറായി അവർ നോർമൽ ആവുന്ന അവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അപ്പോൾ ഈ TIA വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. കാരണം TIA വന്നിട്ടുണ്ടെങ്കിൽ അത് ഫർദറായിട്ട് ഫ്യൂച്ചറിൽ ആൾക്കൊരു സ്ട്രോക്ക് ആയിട്ട് തന്നെ ഇവോൾവ് ആയി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രോക്കിന് ലക്ഷണങ്ങൾ വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ പോലും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് അതിനനുസരിച്ചുള്ള സ്ട്രോക്കിന്റെ റിസ്ക്കും TIAയുടെ റിസ്ക്കും നമ്മൾ പ്രോപ്പറായിട്ട് വർക്കപ്പ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ സ്ട്രോക്ക് വരാണ്ട് നമുക്ക് തടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും രോഗലക്ഷണം വന്ന് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ പോലും അത് ഇഗ്നോർ ചെയ്യരുത്. ഉടൻ തന്നെ സ്ട്രോക്ക് ഹോസ്പിറ്റലിൽ സമീപിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് തേടേണ്ടതാണ്.